അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവും തന്നെയാണ് പതിവ് പോലെ ആദ്യം അദ്ദേഹത്തിന് അഭിനന്ദനവുമായിട്ട് എത്തിയത്. നരേന്ദ്രമോദി എപ്പോഴത്തെയും പോലെ ഒരു ട്വീറ്റ് ആണ് പങ്കുവച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ട്വീറ്റ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു ട്വീറ്റാണിത്. പ്രസിഡന്റ് ട്രംപിനെ ഫ്രണ്ടെന്ന് തുറന്ന് അഭിസംബോധന ചെയ്യുന്ന ലോകത്തിലെ വളരെ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് മോദി. നരേന്ദ്രമോദിക്ക് ആ ഒരു സൗഹൃദം ട്രംപിനോടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ശരിക്കും നരേന്ദ്രമോദിയെ വല്ലാതെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ കളിയാക്കുന്നുണ്ട്. അത് പണ്ട് ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഈ ഫ്രണ്ട് വിളി വെച്ചിട്ടുള്ള കളിയാക്കലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കൽ. കളിയാക്കുന്നവരുടെ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും അറിയാം. കടുത്ത അസൂയ മൂത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം അതിഥികളായിട്ട് എത്തിയവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ നിരയിൽ തന്നെ ഒന്നാമതായിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, മൂന്നാമത്തെ റോയിലാണ് ജാപ്പനീസ് വിദേശകാര്യമന്ത്രി, ഓസ്ട്രേലിയയുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യങ്ങളിലെ പോലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ എസ് ജയശങ്കർ ഫ്രണ്ടിൽ ഇരിക്കുന്നത് മാത്രമല്ല, പരമ്പരാഗതമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രോട്ടോകോള് തന്നെ ലംഘിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ജയശങ്കറിന്റെ മുന്നിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടതെന്നല്ലേ? ഈ ജയശങ്കർ സത്യത്തിൽ ഇരിക്കുന്ന ഈ ഒരു ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിട്ട് ഒരാൾ കൂടി ഇരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡാനിയൽ നൊബോവയാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, അന്താരാഷ്ട്ര വേദികളിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും. അതനുസരിച്ച് സത്യത്തിൽ ജയശങ്കറിന് പുറകിലുള്ള റോയാണ് കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരു ഫോറിൻ മിനിസ്റ്റർ മാത്രമാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് എപ്പോഴും, അല്ലെങ്കിൽ പ്രസിഡന്റ്, രാജാവ്, ഇങ്ങനെയൊക്കെയുള്ള പദവികൾ വഹിക്കുന്ന ഏറ്റവും പരമോന്നതമായ പദവി വഹിക്കുന്ന വ്യക്തിയായിരിക്കും എപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ അതിഥികളായിട്ടൊക്കെ എത്തുമ്പോൾ ഫ്രണ്ട് റോയിൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു, അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളിൽ പ്രധാനപ്പെട്ട പ്രസിഡന്റ് പദവി പോലെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദങ്ങളൊക്കെ അലങ്കരിക്കുന്ന ആൾക്കാർക്കാണ് ഫ്രണ്ട് റോ ഒരുക്കിയിരുന്നത്. ഇവിടെ ആദ്യം ഇരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഡാനിയൽ നൊബോവയാണ്. അദ്ദേഹം ഇക്വഡോർ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി, ജയശങ്കറിന് വേണ്ടി പ്രോട്ടോകോൾ പോലും ലംഘിച്ചിരിക്കുകയാണ് അമേരിക്ക. നമുക്കറിയാം, ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ മുൻ പ്രസിഡന്റുമാരോ വൈസ് പ്രസിഡന്റുമാരോ പ്രധാനപ്പെട്ട നേതാക്കളോ പൊളിറ്റീഷ്യൻസോ അതല്ലെങ്കിൽ അവരുടെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനികൾ ആയിട്ടുള്ള ആൾക്കാരാണ് ട്രംപിന് പുറകിലായിട്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നമ്മൾ ജോർജ് ബുഷിനെയും ഒബാമയും ഹില്ലരി ക്ലിന്റനെയും ബൈഡനെയും ഒക്കെ നമുക്ക് അവിടെ കാണാം. അതോടൊപ്പം തന്നെ വിവേക് രാമസ്വാമിയും ഒക്കെ അവിടെ ഉണ്ട്. എന്നാൽ മുന്നിലിരിക്കുന്നത് അതിഥികളാണ്, ഗസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ അവരുടെ പ്രോട്ടോകോൾ പ്രകാരം ഓരോരുത്തരുടെയും റാങ്ക് അനുസരിച്ച് അവർക്ക് സീറ്റുകൾ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരേ റാങ്കിലുള്ള, ഇപ്പോൾ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ അതേ റാങ്കിൽ തന്നെയുള്ള ഓസ്ട്രേലിയയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജപ്പാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് പുറകിലെ റോ ആണ്. എന്നാൽ ഫ്രണ്ടിൽ തന്നെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന സീറ്റ് ജയശങ്കറിൻ്റെതാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല. അതായത് എന്താണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇത്തരം ഒരു വേദിയിൽ യൂറോപ്യൻസ് ഇരുന്നിട്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ നേതാക്കൾ ഇരുന്നിട്ട് മാത്രമേ മറ്റ് രാജ്യങ്ങൾക്ക് സ്ഥലം കിട്ടാറുള്ളൂ. കാരണം അമേരിക്ക എന്ന് പറയുമ്പോൾ യൂറോപ്പിന്റെ ഗോഡ് ഫാദർ ആയിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. യൂറോപ്യൻ വംശജരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ പ്രാധാന്യവുമുണ്ട്. പക്ഷെ ഇവിടെ അവർക്ക് കിട്ടാത്തൊരു അംഗീകാരം, അല്ലെങ്കിൽ വെള്ളക്കാർക്ക്, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കൊന്നും കിട്ടാത്ത ഒരു അംഗീകാരം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം കണ്ടിട്ടും പലരും ഇപ്പോഴും എന്തേ മോദിയെ വിളിച്ചില്ല, അത് ഇവർക്കറിയാം സത്യം. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. ആ സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിത് പറഞ്ഞോളൂ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എസ് ജയശങ്കർ ഈ ട്രംപ് ചില സ്റ്റേറ്റ്മെന്റുകൾ അവിടെ ഇരുന്ന് പറയും. അദ്ദേഹത്തിന്റെ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട്, താരിഫുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ട്രംപ് പറയുമ്പോൾ അമേരിക്കക്കാർക്ക് അത് കേട്ടാൽ കൈയടിക്കാനൊക്കെ തോന്നും. അവർ എണീറ്റ് നിന്നൊക്കെ കൈയടിക്കുന്നുണ്ട് പലപ്പോഴും. ചില സന്ദർഭങ്ങളിൽ, പൊതുവായ കാര്യങ്ങളിൽ, ഇപ്പോൾ തീവ്രവാദത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പൊതുവായ വിഷയങ്ങളിൽ ട്രംപ്
പറഞ്ഞ സന്ദർഭങ്ങളിൽ മാത്രമാണ് എസ് ജയശങ്കർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ജയശങ്കർ എണീറ്റ് കൈയടിച്ചിട്ടില്ല. അതായത് അമേരിക്കക്കാർ കൈയടിക്കും, കാരണം അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റ് അതാണല്ലോ പറയേണ്ടത്. അപ്പോൾ അത് അദ്ദേഹം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ ജയശങ്കറിന്റെ ഒരു പ്രിവിലേജ് ആണ് ഞാൻ പറയുന്നത്. സാധാരണ രീതിയിൽ പ്രസിഡന്റിന് വല്ലതും തോന്നിയാലോ എന്ന് പറഞ്ഞിട്ട് മറ്റ് നേതാക്കളൊക്കെ, ഇതിലെ കോമഡി ഇതാണ്, മറ്റ് നേതാക്കളൊക്കെ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധി പോലും എണീറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യക്കും കൂടി ഗുണമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമേ കൈയടിച്ചിട്ടുള്ളൂ. അമേരിക്കയുടെ ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ചോ അമേരിക്കയുടെ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അമേരിക്കൻ ഗവൺമെന്റിന്റെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകളോ പറഞ്ഞപ്പോൾ എസ് ജയശങ്കർ എണീറ്റ് നിന്ന് കൈയടിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ജയശങ്കറിന്റെ കഴിവിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ആളായിട്ടാണ് അവിടെ പോയി ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ഈ പ്രവർത്തികളെല്ലാം കാണുമ്പോൾ നമുക്കറിയാം. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സീറ്റ്, ഇതെല്ലാം അതിന്റെ ഒരു സൂചനകളാണ്. ഇതിൽ നിന്ന് വേണം നമുക്കത് വായിച്ചെടുക്കാൻ. എന്നിട്ട് ഇവിടെ നരേന്ദ്രമോദി പോയില്ല എന്ന് വിലപിക്കുന്നവർ മനസ്സിലാക്കാൻ, ഇനിയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ബോധം ബുദ്ധിയൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയാലും ഇക്വഡോർ പ്രസിഡന്റ് ഇരിക്കുന്നത് പോലെ പോയി ഇരിക്കാനേ പറ്റൂ. കാരണം അദ്ദേഹം അവിടെ ക്ഷണിക്കപ്പെട്ടിട്ട് പോകുന്ന ആളാണ്. ട്രംപിന്റെ വേദിയാണത്. ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും അവിടെ ചെന്നതുകൊണ്ട് കിട്ടാനില്ല. കാരണം ട്രംപ് പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കാലം പിന്തുണച്ച ആൾക്കാരുണ്ട്, മസ്കിനെ പോലുള്ളവർ. അവർക്ക് ആഘോഷിക്കണം, അദ്ദേഹത്തിന്റെ ടീമിനെ ആഘോഷിക്കണം. അവരെല്ലാം വേറൊരു ലോകത്തായിരിക്കും. കാരണം അവരുടെ ഒരു പുതിയ തുടക്കമാണ്. അവിടെ പോയിട്ട് നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് കരാറാണ് ഉണ്ടാക്കാൻ? അതിനുള്ള ഒരു സമയമോ വേദിയോ അല്ല ഇത്. മോദി അവിടെ ചെന്നിട്ട് മറ്റേ കല്യാണത്തിന് പോകുന്നത് പോലെയും അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണ്. അത് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അവിടെ ജയശങ്കർ പോലും പലപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് എല്ലാത്തിലും കയറി എണീറ്റ് നിന്ന് കൈയടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സംസാരിക്കുന്നത് അമേരിക്കയുടെ കാര്യങ്ങളാണ്. നോക്കൂ, ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ വിദേശ രാജ്യങ്ങളെ ക്ഷണിക്കുന്ന സമയത്ത് ഇന്ത്യ വളരെ കെയർഫുൾ ആയിരിക്കും. ഇവിടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തീവ്ര നാഷണലിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം മൊത്തത്തിൽ യു എസ് ഗ്രേറ്റ് ആണ്, ആ ടൈപ്പിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഇത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി ഇരിക്കുന്നതല്ലേ നമുക്ക് ക്ഷീണം. നിങ്ങൾക്കൊരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൂടെ? ഇനിയും മോദിയെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നവര്, മോദി അയച്ച പ്രതിനിധിക്ക് ട്രംപ് കൊടുത്ത മര്യാദകൾ കാണൂ. അപ്പൊ മോദിയാണ് ചെല്ലുന്നെങ്കിൽ ചിലപ്പോൾ ട്രംപിന് ഇതിൽ കൂടുതൽ മോദിയെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ട്രംപിന്റെ ഒരു ദിവസം നരേന്ദ്രമോദി പോകാതിരിക്കുന്നതല്ലേ ഏറ്റവും മികച്ച കാര്യം, ക്ഷണിച്ചാൽ പോലും. ഇതെല്ലാം പോട്ടെ, പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാന്നേ. അല്ല, ഈ ഇന്ത്യക്കാർ, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനമില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് 10 പൈസക്കെങ്കിലും സ്വന്തം രാജ്യത്തിനെ ഇങ്ങനെ കളിയാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യം ഇന്ത്യയെക്കാൾ പല മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള രാജ്യം. ലോകത്തിന് മുഴുവൻ അതറിയാം. ചൈനയെക്കാളും റഷ്യയെക്കാളും ഒക്കെ പവർഫുൾ ആയിട്ടുള്ള രാജ്യം. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിനിധിയായി പോകുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കൊടുക്കുന്ന മര്യാദകൾ കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇന്ത്യയുടെ റേഞ്ച് എന്താണെന്നുള്ളത്? ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കയറിട്ട് തരാം. നിങ്ങൾ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ആ കയറി പിടിച്ചെങ്കിലും ഒന്ന് കയറി വരാനായിട്ട് നോക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.